നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകളായിട്ട് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ വരരുചി എന്ന മഹാബ്രാഹ്മണൻ്റെയും പഞ്ചമിയുടെയും മക്കളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഥകളിത് ഇപ്പോൾ 12ാമത്തെ ആളുടെ, ഇനി വയലില കുന്നിലപ്പൻ താഴെയുള്ള മകൻ, അതിന് തൊട്ട് മുമ്പുള്ള ആളാണ് വള്ളോൻ. ആ വള്ളോനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വള്ളോനെ പറ്റി നമ്മൾ ഐതിഹ്യമാലയിലും മറ്റ് പല പുസ്തകങ്ങളിലും ഒക്കെ കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ ഞാൻ നോക്കുകയുണ്ടായി. പക്ഷെ കാര്യമായ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഉള്ള 2 കഥകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള 2 കഥകൾ പറയാനുള്ളതിൽ നിന്ന് അദ്ദേഹം ഒരു സിദ്ധനാണ്, മഹാബുദ്ധി സമർത്ഥനാണ്, ആരോഗ്യവാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ വരരുചിയുടെ 11ാമത്തെ പുത്രനായ വള്ളോനെ പറ്റി പറയുകയാണ്. പതിവ് പോലെ തന്നെ പഞ്ചമി 11ാമതും ഗർഭം ധരിച്ചു. 10 മക്കളെയും ഉപേക്ഷിച്ചു. എവിടെയാണോ ജനിച്ച് അവിടെ തന്നെ ഉപേക്ഷിച്ച് ദേശാടനത്തിൽ തൻ്റെ ഭർത്താവിനെ പിന്തുടർന്ന് പോവുകയാണ് പഞ്ചമി ചെയ്തത്. 11ാമത്തെ കുട്ടിയെയും ഗർഭം ധരിച്ച് അപ്പോഴേക്കും പ്രായമായില്ലോ രണ്ടാൾക്കും. തുടങ്ങി കുറേ നാളായില്ലേ ഈ ദേശാടനം. നിരന്തരമായ ഈ ദേശാടനവും യാത്രയും നിരന്തരമായ പ്രസവവും അതിനനുബന്ധിച്ചുള്ള അധ്വാനം എല്ലാം കാര്യം പഞ്ചമിക്ക് തീരെ അങ്ങോട്ട് വയ്യാണ്ടായി. ഭർത്താവ് ആകുന്നത്രയൊക്കെ സഹായിക്കും, എന്നാലും ഒരു ഗർഭത്തിലൊക്കെ സഹായിക്കാൻ അതിനൊക്കെ ഒരു പരിധിയില്ലേ. ഭക്ഷണ സാധനമൊക്കെ ഒരു ദിക്കിൽ കുറച്ച് വയ്യാണ്ടായി അവിടെ ഇരിക്കും, വിശ്രമിക്കും, പിന്നെ നടക്കും, കൈ പിടിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം അവരുടെ ജീവിതം തള്ളി നീക്കി. 11ാമത്തെ പുത്രനെയും പ്രസവിച്ച് പതിവ് പോലെ വായ കീറിയിട്ടുണ്ട് എന്നുള്ള മറുപടി കേട്ടു. ഉടൻ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് 2 പേരും വീണ്ടും ദേശാടനത്തിന് പോവുകയും ചെയ്തു. ആ വഴിയരികിൽ കിടന്നിരുന്ന ഉപേക്ഷിക്കപ്പെട്ട ആ കുട്ടി, അതൊരു ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ വള്ളുവർ എന്ന് പറയുന്ന ഒരു സമുദായത്തിൽപ്പെട്ടവർ ആണ് എടുത്തു വളർത്തിയത്. അങ്ങനെയുള്ളവർ, അവരുടെ സ്ഥിരമായ കുലത്തൊഴിൽ കൃഷിയാണ്. പിന്നെ പാനെയ്ത്ത്, മുളയുടെ ഈറ്റ കൊണ്ടുള്ള തരത്തിലുള്ള പല കൊട്ട, വട്ടി, മുറം, പായ അങ്ങനെയൊക്കെ ഉള്ളത് നെയ്യുന്നതായിരുന്നു കുലത്തൊഴിൽ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ വളർന്ന വള്ളോൻ സമുദായക്കാരാണ്. അതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഒരു പക്ഷേ വള്ളോൻ എന്ന പേര് വരാൻ കാരണം. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ദിക്കിലും അങ്ങനെ സ്ഥിരമായിട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദരൻ. അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം പ്രായമായ അച്ഛനമ്മമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വള്ളോൻ എന്ത് ചെയ്തു എന്നോ, ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയൊന്നും വേണ്ട, ഈ ജോലി എവിടെയെങ്കിലും ചെയ്ത് അങ്ങനെ അദ്ദേഹം ദേശാടനത്തിന് പോവുകയുണ്ടായി. വളർത്തച്ഛനെയും വളർത്തമ്മയുടെയും കാര്യങ്ങൾ കാലശേഷം മാത്രമേ അദ്ദേഹം ഭവനം വിട്ട് ദേശാടനത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ. ദേശാടനം നടത്തി ഇങ്ങനെ അദ്ദേഹത്തിന് പ്രകൃതി സൗന്ദര്യം കാണാൻ, വെള്ളച്ചാട്ടങ്ങൾ കാണാൻ, പർവ്വതങ്ങൾ കാണാൻ, കാട് കാണാൻ, ഓരോരോ തടാകങ്ങൾ കാണാൻ, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ, പ്രഭാതവും സൂര്യോദയവും സൂര്യാസ്തമയവും എവിടെയായാലും അദ്ദേഹം നിർബന്ധമായിട്ടും കാണുന്നത് തീർച്ചയുള്ള ഒരാളായിരുന്നു. അതിൻ്റെ ആ മനോഹാരിത, ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ്റെ മനോഹാരിത, അതുപോലെ അസ്തമിച്ച് എരിഞ്ഞടങ്ങുന്ന സൂര്യൻ്റെ മനോഹാരിത, ഇത് 2ഉം ദിവസവും കാണുന്ന കാര്യത്തിൽ വള്ളോന് ഒരു മുടക്കവും വരുത്താറില്ല. അദ്ദേഹം പ്രകൃതി സ്നേഹിയായിരുന്നു. എല്ലാവിധ പ്രാണികളെയും വൃക്ഷങ്ങളെയും ഒക്കെ, പ്രകൃതിയെ ഒക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അങ്ങനെ ദേശാടനം നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹരിപുരം എന്ന് പറയുന്നൊരു ദേശത്തെത്തി. ഹരിപുരം ദേശത്തെത്തി അദ്ദേഹം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ദേശത്തൂടെ. ആ സമയത്ത് വലിയൊരു ശബ്ദം കേട്ടു. അദ്ദേഹം നടന്നു ഇങ്ങോട്ട് മാറിപ്പോകുന്നതിന് ശേഷമായിട്ട് അടുത്തുള്ള ഒരു വഴിയിൽ നിന്നായിട്ട്, ഇപ്പോൾ ചാലുകളിലൂടെയല്ലേ നടക്കുക ഉൾഭാഗത്തേക്ക്, മറ്റേ
ഉറക്കെ ഹേയ് ഒന്ന് ഇവിടം വരെ വരണം, ഒന്ന് ഇവിടെ വന്നേച്ചു പോകൂ, ഒന്ന് വേഗം വരൂ വേഗം വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാണാവോ വിളിക്കണത്, തന്നെയാണോ എന്താണാവോ, ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിട്ടൊരു സഹായത്തിനാണെങ്കിലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ട് ആരാണോ വിളിച്ച ആളുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പല്ലക്ക് ആമാലന്മാരെന്നാണ് പറയുക, പല്ലക്ക് ചൂക്കുന്നവർ 4 പേരുണ്ടാകും. അവർ 2 ആൾ മുന്നിൽ, ചെറിയൊരു ആട്ടുകെട്ടിൽ പോലെയാണ് ഈ പല്ലക്ക്. അതിനകത്തൊരാൾ കയറിയിരിക്കും, മേൽക്കൂര ഉണ്ടാവും, കർട്ടനിടും. അപ്പം അകത്തിരിക്കുന്ന ആളെ കാണുന്നില്ല. ആ ആളെ നടക്കാതെ കണ്ട് എടുത്തുകൊണ്ട് പോകും. അപ്പം കട്ടിലിൻ്റെ 4 കാലുകൾ പോലെ ഒരു ചെറിയ പെട്ടി പോലെ, കുട്ടികളുടെ ആട്ടുതൊട്ടിൽ, അതിനകത്ത് കിടക്കേണ്ടാവും. അവിടെയാണല്ലോ ഇദ്ദേഹം പല്ലക്കിൽ യാത്ര ചെയ്യുന്ന, അത് തമ്പുരാനാകാം, രാജാവാകാം, റാണിയാകാം, ആരും ആകാം, വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എടുത്തുകൊണ്ട് പോകും. ഒരു മുൻവശത്ത് നിൽക്കുന്ന ഒരാൾ, 2 പേരും മുൻവശത്ത്. ഈ പല്ലക്കിൻ്റെ ഒരു കാല് ഒരാളുടെ ഇടതുവശത്ത് ഒരാളുടെ ഒരു തോളിലും മറ്റേ മറ്റേ തോളിലും, അതേപോലെ തന്നെ പുറകെ. അപ്പം 4 പേരുണ്ടെങ്കിലാണ് ഒരു പല്ലക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുക. ആ പല്ലക്ക് ചുമക്കുന്നവർക്ക് പറയുന്ന പേര് ആമാലന്മാർ എന്നാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് വള്ളോൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കാകുമോ? അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു പല്ലക്ക് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരാളവിടെ താഴെ റോഡരികിൽ വഴിയരികിലായിട്ട് വീണ് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 പേരിങ്ങനെ പല്ലക്കിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് അല്പം മാറിയിട്ട് വളരെ മാന്യനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ കണ്ടാലേ തന്നെ അറിയാം അദ്ദേഹം വളരെ വലിയ ഒരു ഇല്ലത്തെ, ഇങ്ങോട്ടൊന്ന് വേഗം വരണേ. ശബ്ദം കേട്ട സ്ഥലത്ത് ചെന്നപ്പോൾ കാണുന്നത് ഒരു തൻ്റെ മേൽവസ്ത്രം ഇങ്ങനെ മടക്കി വീശിക്കൊണ്ട്, അസ്വസ്ഥത തോന്നുന്നു, മരണസഞ്ചാരം എടുക്കണ പോലെ തോന്നി, ഉഷ്ണിച്ച് തന്നെത്താനെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു മേലാളൻ. ആ മേലാളന്മാരെന്നാ പറയുക ഈ പല്ലക്കിൽ യാത്ര ചെയ്യുന്നവരെ. മേലാളൻ ഒരു നമ്പൂതിരിയായിരുന്നു. ആ നമ്പൂതിരി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വള്ളോൻ അങ്ങോട്ട് ചെന്നപ്പോൾ ചോദിച്ചു, തന്നെ കൊണ്ടാവോ? അതേ ആമാലന്മാരിൽ ഒരാൾ പെട്ടെന്ന് തല കറങ്ങി വീണുപോയി, പല്ലക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മേലാളം തിരുമേനിക്കാണെങ്കിൽ ഇല്ലത്ത് ചെന്നിട്ട് അത്യാവശ്യം ഉണ്ട് താനും. അപ്പോൾ പല്ലക്ക് എടുക്കാനായിട്ട് പിടിക്കാനായിട്ട് ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ കൊണ്ടാവുമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അപ്പോൾ വള്ളവും ചോദിച്ചു, എന്തുമാത്രം ദൂരമുണ്ട് ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക്? അപ്പോൾ ഒരു 2-3 നാഴിക ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഓ അത് ശരി, ഇത് പിടിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ അസുഖം? അദ്ദേഹം പെട്ടെന്ന് തല കറങ്ങി വീണു. അപ്പം ഞാനിപ്പോൾ കൂടുകയാണെങ്കിൽ ഞാൻ കൂടാം. അപ്പം നമ്മൾക്കിപ്പോൾ ആദ്യം ഈ 3 നാഴിക വഴി ഈ മേലാളം തിരുമേനിക്ക് അങ്ങോട്ട് നടന്നു പോയാൽ പോരെ? നമുക്ക് ഈ വയ്യാതെ കണ്ട് കിടക്കുന്ന ആളെ ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുകയല്ലേ വേണ്ടേ എന്നിങ്ങനെ വള്ളോൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇത് മേലാളം തിരുമേനിക്ക് ദേഷ്യം വന്നു. എന്ത്, തന്നെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാണ്ട് വീണ് കിടക്കണ ആമാലനെ എടുത്തുകൊണ്ട് പോകണമെന്നോ വൈദ്യൻ്റെ അടുത്തേക്ക്? ഇതെന്തൊരു ന്യായം? ഇങ്ങനെയാണോ ഇയാൾ പറയണേ? ഇയാൾ ധിക്കാരിയാണല്ലോ. കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ട് നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളാണ് കാഴ്ചയിൽ, പക്ഷേ ധിക്കാരാണല്ലോ കയ്യിൽ എന്നിങ്ങനെ തിരുമേനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, അതല്ല അപ്പം പറഞ്ഞ് തന്നോട് പല്ലക്ക് എടുക്കാൻ പറ്റുമോന്നാ ചോദിച്ചത്. നോമിന് ഇല്ലത്ത് പോകണം, അതാ അത്യാവശ്യം എന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വള്ളോനെന്ത് പറഞ്ഞു? പല്ലക്ക് ഒരു ഭാഗം ഞാൻ പിടിച്ചോളാം, അതിനെനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങ് ഈ പല്ലക്കിനകത്ത് കയറുമ്പോൾ വീണ് കിടക്കുന്ന വഴിയിൽ വീണ് കിടക്കുന്ന ആമാലനെ കൂടി ഈ പല്ലക്കിൽ കയറ്റണം. അദ്ദേഹത്തിനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങയുടെ ഇല്ലത്തേക്കും പോവാം. പല്ലക്കിനകത്ത് അദ്ദേഹത്തെ കയറ്റാൻ സമ്മതമാണെങ്കിൽ ഞാൻ പിടിക്കാൻ നോക്കും. അപ്പം തിരുമേനി പറഞ്ഞു, എന്താ ഈ പറയണേ? എൻ്റെ പല്ലക്കിൽ ഈ വീണ് കിടക്കുന്ന ഈ ചളിയിൽ പരണ്ട് വീണ് കിടക്കുന്ന ഈ ആമാലനെ കയറ്റി എന്ന് പറഞ്ഞ് ചുണ്ടി എടുത്തു. വള്ളനോട്, താൻ ആരാടോ, എന്ത് വിവരദോഷമായി പറയണേ? അപ്പം ആമാലന്മാരും ചില ആൾക്കാരൊക്കെ ഈ വർത്തമാനം കേട്ട് വരാൻ തുടങ്ങിയവരും ഒക്കെ എല്ലാവരും വള്ളോൻ്റെ നേരേക്ക്
ആമാലനെയും കൂടി പല്ലക്കിൽ കയറ്റണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വള്ളോൻ വളരെ സൗമ്യനായിട്ട് അപ്പോഴും പറഞ്ഞു, എന്തപ്പം ചളിയിൽ വീണു പോയി ഒരാളെന്ന് വിചാരിച്ചിട്ട് അയാളെ അങ്ങോട്ട് ഇത്ര നിഷ്കരണം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലി പല്ലക്ക് ചുമക്കലാണെന്ന് കരുതി അദ്ദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കണം. അത് സുഖമില്ലാതെ വന്ന് ആദ്യം വൈദ്യനെ കൊണ്ട് കാണിക്കുകയല്ലേ വേണ്ടേ, ചികിത്സയല്ലേ ആദ്യം നടത്തണ്ടേ, രോഗീ പരിചരണമാണ് ആദ്യം വേണ്ടത്, പിന്നെയാണ് പിന്നത്തെ ഈ അങ്ങയുടെ ഇല്ലത്തേക്ക് എത്തേണ്ട കാര്യമൊക്കെ. അവിടെ ചെന്നിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വയ്ക്കാം, പക്ഷേ ഇദ്ദേഹത്തിന് വൈദ്യസഹായം കൊടുക്കുന്നതിന് ഒരു താമസവും വരാൻ പാടില്ല എന്ന് വള്ളം തറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. ഇദ്ദേഹത്തിനെ കയറ്റാന്ന് വെച്ചാൽ മാത്രമേ ഞാൻ പല്ലക്ക് ചുമക്കുള്ളൂ എന്ന്. അപ്പം തിരുമേനി ഒന്ന് ആലോചിച്ചു, ഈ ചളിയെ കിടക്കുന്ന ആളെ കയറ്റണം എന്ന് തന്നെ അയാൾ പറയണമെന്ന് പറഞ്ഞു. ഈ ചളിയിൽ എന്താ തിരുമേനി, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ചളിയെ ഇത്ര അകറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? അങ്ങ് ഈ പറഞ്ഞ പോലെ അങ്ങേറ്റത്തെ ചളിയിൽ ചളി കുണ്ടിലല്ലേ കിടക്കണേ താമര, പക്ഷേ വെള്ളത്തിന് മുകളിലേക്ക് അത് വളർന്നു വന്നിട്ട് അതിലുണ്ടാകുന്ന പൂവ് താമരപ്പൂവ്, അത് എത്ര മനോഹരമാണ്. ചളിയിലുണ്ടായതാന്ന് കരുതി അതിനെ ആരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടോ? അതില്ലല്ലോ, അതില്ല, അത് ശരിയാ. പിന്നെ നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ്, അദ്ദേഹം ഒരു താമരപ്പൂവിൽ ഇരുന്നിട്ടാ സൃഷ്ടികർമ്മം ചെയ്യുന്നത്. ബ്രഹ്മസൃഷ്ടി, ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടം താമരപ്പൂവിൽ, മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് നാഭിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു താമരപ്പൂവിലല്ലേ ബ്രഹ്മാവ് ഇരുന്ന് സൃഷ്ടികർമ്മം ചെയ്യണേ. താമരയെ ഉപേക്ഷിക്കണോ ചളിയിലുണ്ടായതാന്നും പറഞ്ഞ്? അങ്ങനെയൊന്നുമില്ലല്ലോ, അതില്ല, അതൊക്കെ ശരിയാ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഊണ് കഴിക്കണില്ലേ, അരി വെച്ച് ഉണ്ണണില്ലേ, നെല്ല്, ആ നെൽകൃഷി എവിടെയാണ് നടത്തണേ? ചളിയിലല്ലേ നെല്ല് കൃഷി ചെയ്യണേ. ആ ചളിയിൽ നിൽക്കുന്ന നെല്ലിലല്ലേ കതിര് വരണത്, ആ കതിരല്ലേ നെല്ല്, അതല്ലേ നമുക്ക് ഊണ് കഴിക്കാൻ കുത്തി അരിയാക്കി നമ്മൾ ഊണ് കഴിക്കണേ. അതും ചളിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ 2-3 ഉദാഹരണങ്ങൾ അങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് വള്ളോൻ പറഞ്ഞു കൊടുത്തപ്പോൾ തിരുമേനിക്ക് തോന്നി, ഇദ്ദേഹം പറയണത് വളരെ ശരിയാണല്ലോ, ഇദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്, പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ക്രൂരഭാവമൊക്കെ അങ്ങോട്ട് മാറി, ആ അഹങ്കാരമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറി. ഉടൻ തന്നെ അദ്ദേഹം ഇരിക്കുന്നിടത്ത് എണീറ്റിട്ട്, ആട്ടെ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ എടുത്ത് പല്ലക്കിലേക്ക് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ആ വീട് കിടക്കുന്ന ആമാലനെ ചളിയിൽ നിന്ന് പല്ലക്കിലെടുത്ത്, ഇനി ആമാലന്മാരെ അങ്ങും കൂടി വൈദ്യൻ്റെ അടുത്തേക്ക് പൊക്കോളൂ. അപ്പം അങ്ങ് കയറണില്ലേ? വേണ്ട, ഞാൻ കയറണില്ല, ഞാൻ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ നടന്നു പോയി വരാൻ കൂടെ എന്ന് പറഞ്ഞ് പല്ലക്കിൽ സുഖമില്ലാത്ത രോഗിയെയും കൊണ്ട് ആമാലന്മാരും പിന്നാലെ ഇങ്ങനെ ഈ വള്ളോൻ പുറകില നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ആമാലന്മാരോടൊപ്പം ഈ തിരുമേനിയും നടന്നു, മേലാളൻ തിരുമേനിയും നടന്നു. അങ്ങനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ വീണ് കിടക്കുന്ന ആമാലനെ, ക്ഷീണിതനായ ആമാലനെ വൈദ്യൻ നോക്കി മരുന്നൊക്കെ കൊടുത്തു. അദ്ദേഹം രക്ഷപ്പെട്ടു. പല്ലക്കിൽ തിരുമേനി പല്ലക്കങ്ങനെ ഇല്ലത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. തിരുമേനി അങ്ങനെ നടന്ന് ഇല്ലത്ത് ചെന്നെത്തുകയും ചെയ്തു. അപ്പോൾ അതിനോടിടയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഇല്ലത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ വൈദ്യൻ്റെ വീടും ഇല്ലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അവിടെ അടുത്ത് നിന്നിട്ട് പിന്നീട് അദ്ദേഹം പല്ലക്കിൽ കയറിയൊന്നുമില്ല. അപ്പോൾ ഈ വള്ളോനോട് അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ പലതും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങയുടെ താമസമൊക്കെ ഇപ്പം എവിടെയാണ് എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനിപ്പോൾ താമസിക്കുന്നത് ഹരിപുരത്താണ്. ഹരിപുരത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ സ്വന്തമായിട്ടൊരു വീടോ വേണ്ടപ്പെട്ടവരോ ആൾക്കാരോ ബന്ധുമിത്രാദികളോ കൂട്ടുകാരോ ഒന്നുമില്ല. ഞാൻ ഹരിപുരത്ത് കൂടെ അങ്ങനെ കാലത്തെ സൂര്യപ്രകാശം സൂര്യോദയം കാണും, കണ്ടിങ്ങനെ നടക്കും. ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തും. മറ്റ് ഭവനങ്ങളിൽ പോയി ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം കിട്ടിയാൽ അത് കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ഏതെങ്കിലും ഭവനങ്ങളിൽ പോയി ഭിക്ഷാന്തേഹി ഭിക്ഷ എടുക്കും. ആ കിട്ടുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കഴിക്കും. പിന്നെയും നടക്കും. പ്രകൃതി സൗന്ദര്യം കണ്ട് നടന്ന് എവിടെ എത്തണു അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും.
കാലത്ത് എണീറ്റാലും ഇങ്ങനെ. ഇപ്പം ഞാൻ ഹരിപുരത്താണ്, എനിക്കങ്ങനെ സ്വന്തം വീടോ കാര്യങ്ങളോ ഒരു സ്ഥലമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഇല്ലത്തേക്ക് അങ്ങോട്ട് എത്താറേ. അപ്പോൾ ഈ വള്ളനോട് മേലാളം തിരുമേനി എന്ന് പറഞ്ഞു, എന്നാൽ അങ്ങൊരു കാര്യം ചെയ്യൂ, എനിക്ക് അങ്ങയോട് ബഹുമാനമേ ഉള്ളൂ. അങ്ങ് എൻ്റെ അഹങ്കാരം എല്ലാം മാറ്റി തന്നു. അങ്ങ് പറഞ്ഞത് ശരിയാ, താമരപ്പൂ ഉണ്ടാകുന്നത് ചളിയിൽ നിന്നുകൊണ്ടല്ലേ? നെല്ല്, നമുക്ക് ഊണ് കഴിക്കാനുള്ള അന്നം ചളിയിൽ നിന്നുകൊണ്ടല്ലേ നെൽച്ചെടി നമുക്ക് തരുന്നത്? ബ്രഹ്മസൃഷ്ടി ശരിയാ അങ്ങ് പറഞ്ഞത്. ഈ ചളിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ താമരയിലല്ലേ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ചളിയേ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ ചെറിയവരായിട്ട് ആരുമില്ല, അവരെ ആരെയും അങ്ങനെ കരുതാനേ പാടില്ല എന്നൊരു വലിയ പാഠം ഞാൻ അങ്ങയിൽ നിന്ന് പഠിച്ചു. ആട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ എൻ്റെ ഇല്ലത്തേക്ക് വരൂ. അവിടെ അടുത്ത് തന്നെ ചെറിയൊരു വീട്, ഭവനം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഇല്ലത്തെ വകയാണ്, അവിടെയുണ്ട്. അങ്ങ് അവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മനയ്ക്ക ചെന്നു നോക്കട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് ആ കൂട്ടത്തിൽ പോയി. അങ്ങനെ മനയ്ക്കൽ ചെന്ന് എത്തിച്ചേർന്നു. അപ്പോൾ ഇന്ന് ഞാൻ വള്ളോൻ്റെ കഥയുടെ 1-ാം ഭാഗം പറയുകയാണ്. മേലാളൻ തിരുമേനിയുടെ അഹങ്കാരമെല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനായി തീർന്നു അദ്ദേഹം. മറിഞ്ഞ് വീണ ആമാലനെ വൈദ്യസഹായത്തോടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ടും നിലയ്ക്ക് നിന്ന ആൾ വള്ളോനാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും നന്ദി. സോറി കേട്ടോ, ഞാൻ നമസ്തേ എന്ന് പറഞ്ഞു, ആദ്യത്തെ ഒരു ഓർമ്മ വെച്ചിട്ട്. എല്ലാവർക്കും നമസ്തേ. വള്ളോൻ്റെ കഥ ഞാൻ തുടരും, അടുത്ത കഥയിൽ തുടരും.